നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ സാരി ബ്ലൗസിനകത്ത് അത്യാവശ്യം ബാക്ക് നെക്ക് ഒരു 8 ഇഞ്ചൊക്കെ ഇറക്കം വരുമ്പോൾ എത്ര ഇഞ്ച് ഷോൾഡർ കൊടുക്കണം എന്ന് നോക്കണം. അതുപോലെ തന്നെ എത്ര ഇഞ്ച് കഴുത്തകലം കൊടുക്കാമെന്നും കൂടി നമുക്ക് ഈ വീഡിയോനകത്ത് നോക്കാം. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ താഴെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു. ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണ്? ഒരു 14 ഇഞ്ചാണ് നമുക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അത് നമ്മളിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് പലരും നമ്മൾ മുൻപൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോസും ഷോൾഡറിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ക്ലാസ്. എന്നാലും പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഓരോ നെക്കിൻ്റെ ലെങ്ത്തും പറഞ്ഞിട്ട് എങ്ങനെയാണ് ഷോൾഡർ കൊടുക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 8 ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ വരുമ്പോൾ എത്ര ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കേണ്ടതെന്നാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ച് ബാക്ക് നെക്ക് വരുന്ന എല്ലാവർക്കും ഈ ഷോൾഡർ തന്നെയല്ല വരിക. ഇപ്പോൾ നമുക്ക് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ 8 ഇഞ്ച് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും പറയുന്ന പോലെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3.2 കിട്ടും. അതിൽ നിന്ന് നമുക്കിവിടെ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 15 ഇഞ്ച് ഷോൾഡറാണ്. അപ്പോൾ 15ൽ നിന്ന് 3.2 നമുക്ക് കുറയ്ക്കണം. 3.2 എങ്ങനെയാണ് വന്നത്? ബാക്ക് നെക്കിനെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് വന്നത്. അപ്പോൾ നമുക്കിവിടെ 15ൽ നിന്ന് 3.2 കുറയ്ക്കുമ്പോൾ നമുക്ക് 11.25 കിട്ടുന്നത്. അതിൻ്റെ നമ്മൾ പകുതി കണക്കാക്കുക. കാരണം നമുക്ക് ഫുൾ ഷോൾഡറാണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പകുതി ഷോൾഡറാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവർക്കും ഈ ഒരു അളവല്ല. ഇവിടെ ഒരു 5.25 നമുക്ക് വന്നിട്ടുള്ളത്. ഈ അളവല്ല, 16 14 എത്ര വേണമെങ്കിലും നമുക്ക് ബോഡിയിൽ നിന്ന് ഷോൾഡർ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതാ ഇവിടെ 8 ഇഞ്ച് കഴുത്ത് കൊടുക്കുമ്പോൾ വിരിയുന്നതിനനുസരിച്ച് ഷോൾഡർ കുറച്ച് കൊടുക്കുക എന്നാണ് പറയുന്നത്. അതായത് എത്ര ഇഞ്ചാണോ ഷോൾഡർ കിട്ടിയിട്ടുള്ളത് അതിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. അല്ലാതെ 8 ഇഞ്ച് വരുന്ന എല്ലാവർക്കും 15 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് കുറയ്ക്കല്ല കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മെഷർമെൻറ്റ് 15 ആയതുകൊണ്ടാണ് നമ്മളിവിടെ 15 കൊടുത്തത്. അതല്ല 14 കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണ് നമുക്ക് 3.2 കുറയ്ക്കേണ്ടത്. അതല്ല 1 ഇഞ്ച് കൂട്ടി 16 കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണ് 3.2 നമ്മൾ കുറയ്ക്കേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് 8 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം വന്നപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 6.5 ഇഞ്ചെങ്കിലും കഴുത്തിൻ്റെ വിട്ത് വേണം. എന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ 3.25 ഇഞ്ച് വേണം. ആ ഒരു സൈഡിൽ 3.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാൻ നേരത്ത് ക്യാൻവാസ് അല്ലല്ലോ നമ്മൾ നോർമലായിട്ട് ബ്ലൗസിന് കൊടുക്കുക. നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? 6.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 3.25 ഇഞ്ചസ് ആണ്. അതിൽ നിന്നും നമ്മളൊരു 4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കനുസരിച്ചും നമുക്ക് കഴുത്തിന് മാറ്റം വരില്ല. ഇതേ ഒരളവ് തന്നെയായിരിക്കും വരിക. അതായത് ഈ 4 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് തന്നെയാണ് വരിക. പക്ഷേ ഷോൾഡർ 8 ഇഞ്ച് ഇറങ്ങുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. 8 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം വരുമ്പോൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുമ്പോൾ എല്ലാവർക്കും 3.2 കിട്ടിയിട്ടുള്ള ഷോൾഡറിൽ നിന്ന് കുറയ്ക്കുക.